ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കേ, ആദ്യമേ തന്നെ മാന്യമഹാപത്രക്കാർക്ക് ഞങ്ങളുടെ നാടകത്തിലേക്ക് വന്ദനം. ഞങ്ങളുടെ നാടകത്തിന്റെ പേരാണ് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. നിങ്ങൾ ഞങ്ങളോട് പത്രക്കാരെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. കാലേക്കൂടി നിങ്ങളോട് പറയാണ് ബുദ്ധിമുട്ടിക്കരുത് എന്നാ പറയാനുള്ളത്. നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഒരു കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് അതേ ശിരോവസ്ത്രം തലയിൽ ധരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്നുള്ള ചോദ്യമല്ലേ? ഇടങ്ങറാക്കരുത് പ്ലീസ്, ബുദ്ധിമുട്ടിക്കരുത്. എന്തൊക്കെയായിരുന്നാലും ഞങ്ങൾ മാലാകന്മാരാണ്. നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ജീവിതം മാർഗമാണ്. എങ്ങനെ പോലൊക്കെ നാടൻ കളിച്ച് ജീവിച്ചോട്ടെ. ആ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നത് പ്ലീസ് ചോദിക്കരുത്. അടുത്ത ചോദ്യം നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് പഞ്ചാബ് പോലുള്ള മേഖലകളിൽ സിഖുകാർ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റുകളിൽ സിഖുകാർ പുരുഷന്മാർക്ക് അവർക്ക് തല മറച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധകമല്ലെന്ന് ചോദിച്ചാൽ പ്ലീസ്, പഞ്ചാബികളല്ലേ, അവരുടെ കുട്ടികൾ തലമറച്ചല്ലേ വരാൻ പറ്റുള്ളൂ. മാത്രമല്ല അവരുടെ മതനിയമങ്ങൾ കർശനമാണ്. അപ്പം ഞങ്ങളുടെ സ്കൂളും ഞങ്ങൾക്ക് അതുവഴി കിട്ടുന്ന പണവും ഒക്കെ മുടങ്ങിപ്പോവും. അതുകൊണ്ട് അവരുടെ നിയമങ്ങളൊക്കെ മതനിയമങ്ങളൊക്കെ അനുവദിച്ച് കൊടുത്തുള്ളൂ. ആ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ പിന്നെ ആ ഉത്തരം പറഞ്ഞ ശേഷം അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് PSC പരീക്ഷയ്ക്ക് വന്ന കന്യാസ്ത്രീയെ ആ വേഷം ധരിച്ചുകൊണ്ട് പരീക്ഷ ഹാളിൽ ഇരുത്തിയില്ല എന്ന് പരാതിപ്പെട്ടിരുന്നല്ലോ. ശിരോവസ്ത്രമണിഞ്ഞെത്തിയ കന്യാസ്ത്രീയെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ അപ്പൊ സർക്കാരിന്റെ നിയമം പാലിക്കണ്ടേ? വേദനാജനകവും അവിടെ നിങ്ങൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടു? ഇക്കാര്യത്തിലുള്ള അതിർത്തി ഇവിടെ നിയമം പാലിക്കണ്ടേ എന്ന് ചോദിച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഒരു നാട്ടിൽ സന്യാസവസ്ത്രം വേദനിപ്പിക്കരുത്. ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ക്ലിപ്പിട്ട് വേദനിപ്പിക്കരുത്. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഗതികേടാണ്, അവസ്ഥയാണ്, മനസ്സിലാക്കണം. പ്ലീസ്, ജീവിതമാർഗമാണ്, വഴിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള രാജഗിരി പോലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റൽ, അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒമാനിയായ ദമ്പതികൾ, ഭർത്താവ്, ഭാര്യ, കുട്ടി. ഭാര്യ തലം പറിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം കുടുംബത്തിന്റെ വലിയ ഒരു ഫ്ലെക്സ് ആണ് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ വാതിക്ക് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിതമാർഗമാണ്. പണം കിട്ടുവാൻ, പൈസ കിട്ടുമെങ്കിൽ ഞങ്ങൾ തല മറച്ചതല്ല, തല കുത്തി നിൽക്കുന്ന ഫോട്ടോ മുതൽ ഞങ്ങൾ വെച്ചോളാം. വലിയ പള്ളിയുടെ ഫോട്ടോ മുതൽ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ വാതിക്ക് വെച്ചോളാം. നിങ്ങൾക്ക് പണമാണ് ദൈവം. വൈഷ്ണവ ജനദോ തേരേ ഗല്ലിയേ. ടെക്നോളജി ഉണ്ട് നിങ്ങളതിൽ, ടെക്നോളജി ഉണ്ട് നിങ്ങളെ കൂടെ നിൽക്കാം. Totally Indian education. Totally. I mean, okay. Beyond the curriculum, we teach our students the culture, tradition, and what's all good, both Bharat and. എൻ്റെ ഉമ്മാടുമ്മ വല്യമ്മോ എന്ത് കഷ്ടപ്പെട്ടാണ് അവർ ഇതൊക്കെ പറയുന്നറിയാമോ? എന്ത് പാടുപെട്ടാണ് ഈ ടോട്ടലി എന്നൊക്കെ പറഞ്ഞ് ഇത്രയും എന്താ ഈ ഭരചന്ദ്രൻ IPS പ്രേതബലം കൂടിയാണ്. ടോട്ടലി ഭാരത്. സാധാരണഗതി എല്ലാവരും പറയുന്ന ടോട്ടലി എന്ന് പറഞ്ഞാൽ പോരെ? ഈ ഇംഗ്ലീഷൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കടിച്ചാൽ പൊട്ടുന്ന സാധനമാണോ? ഭാരത് കേരള. എന്തിനാ ഭാരത് എന്ന് പറഞ്ഞാൽ പോരെ? ഭാരത് കേരള. എന്തോ സംഭവം എന്തോ ഇത്? ഭാരത് ലളിതമായി പറഞ്ഞാൽ പോരെ? ഈ ഭാരത് എന്ന് പറയുമ്പോൾ ഭാരത് എന്ന് പറയുമ്പോൾ ഭാരത് അങ്ങനെ പറയണം. എന്താ അവസ്ഥയാണ് ദൈവമേ. ഇത്രയും പാടുണ്ടാ? ഞങ്ങളുടെ കൊച്ചു കുട്ടികൾ പറഞ്ഞു തരും. നോക്ക്, കേട്ടു നോക്ക്, അവൻ്റെ പ്രസംഗം കേട്ടു നോക്ക്. ഇത്ര സിമ്പിൾ ആയിട്ട് അവൻ പറയുന്നത്. which can assist a teacher summarizing complex content and rephrasing it for better understanding. It's another testament to how technology is shaping ആളുകൾക്ക് ശ്രവണ സുന്ദരമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്നിട്ടില്ലേ? In healthcare, technology has played a pivotal role. Telemedicine and digital health records have made healthcare more accessible and efficient. The COVID-19 pandemic showed us how technology could be leveraged to conduct virtual consultations, ensuring that medical advice is available even during lockdowns.